നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ശ്രുതിക്ക് നല്ല പേടിയുണ്ട്, തന്റെ കള്ളത്തരം പിടികൂടുവെന്ന്. താൻ ബീരാനെ ഇറക്കിയ കളിച്ച കളിയൊക്കെ ചിലപ്പോൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തന്റെ ജീവിതം തീർന്നു. തനിക്ക് പിന്നെ ഒരു രക്ഷയുണ്ടാവത്തില്ല. എങ്ങാനും സച്ചിക്കും രേവതിക്കും എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ചന്ദ്രമതി ശ്രുതിയോട് ഫോട്ടോസും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അച്ഛന്റെ ഫോട്ടോസ് ഞങ്ങൾ ഇതിലായിട്ടും കണ്ടിട്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, അച്ഛന്റെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് വെക്കാൻ മേലായിരുന്നോ? കാരണം അച്ഛൻ മരിച്ചിട്ട് ഇതുവരെയായിട്ടും ശ്രുതി ഒരു ഫോട്ടോ പോലും ഞങ്ങളെ കാണിച്ചിട്ടില്ലോ എന്നൊക്കെ പറഞ്ഞു. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശ്രുതി വിമലയുടെ അടുത്ത് പോയി. വിമലയുടെ അടുത്ത് പോയിട്ട് കാര്യം പറയുന്നുണ്ട്. അച്ഛന്റെ എനിക്കൊരു ഫോട്ടോ വേണം, കാരണം അച്ഛൻ മരിച്ചെന്നും പറഞ്ഞിട്ട് ഞാൻ ചെറിയ നാടകങ്ങളൊക്കെ നടത്തിയെന്ന് പറഞ്ഞു. എല്ലാം കേട്ടിഞ്ഞപ്പം വിമല പറഞ്ഞു, എടി മോളെ പ്രശ്നമാകോ? അവസാനം നിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയോന്ന് ചോദിച്ചു. അമ്മയുടെ കരുനാക്കൊന്ന് വളയ്ക്കാതിരുന്നാ മതി. അമ്മ കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നേ. നന്നേ ചെറുപ്പത്തിൽ ഒരു പ്രായം ചെന്ന കളവൻ എന്നെ പിടിച്ചു കൊടുത്തിട്ട് എന്റെ ജീവിതവും നശിപ്പിച്ചു. ഒരു കുഞ്ഞിനെ എനിക്കുണ്ടായി, എന്നിട്ടോ അതുകൊണ്ട് എനിക്ക് എന്തേലും പ്രയോജനം ഉണ്ടായെന്ന് ചോദിച്ചു. ഇപ്പൊ കണ്ടില്ല ഞാൻ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. സുദീവായിട്ട് എന്റെ ജീവിതം തകർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി കുറെ ചീത്ത പറയണം വിമലെ. ഒടുവില് ശ്രുതിയുടെ അച്ഛന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കണം. അപ്പൊ അത് ഇച്ചിരി വലുതാക്കി ലാമിനേറ്റ് ചെയ്ത് ശ്രുതി വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് തന്റെ അച്ഛന്റെ ഫോട്ടോ ചെയ്ത് തന്റെ അച്ഛനായിരുന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുകയാണ്. ചന്ദ്രമതിക്കൊക്കെ ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ശ്രുതിയുടെ അച്ഛന് ജീവനോടെ കാണാൻ പറ്റിയില്ലോ, മരിച്ചു പോയല്ലോ. എന്നാലും സാരമില്ല, അധികം വൈകാതെ സ്വത്തുക്കളൊക്കെ ശ്രുതിക്ക് കിട്ടുമല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ ഫോട്ടോ കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, എടാ ശ്രുതി നീ പോയി ഒരു പൂമാലയൊക്കെ എടുത്തോളന്ന് ഇടാനായിട്ട് പറഞ്ഞു. അങ്ങനെ പൂമാലയൊക്കെ എടുത്തോളന്ന് ഇടുന്നുണ്ട്. ചന്ദ്രമതി എന്നിട്ട് മനോരി പ്രാർത്ഥിക്കുക, എന്റെ ദൈവമേ ശ്രുതിക്ക് എത്രയും പെട്ടെന്ന് ആ സ്വത്തുക്കൾ കിട്ടണേ, അതിനുള്ള അനുഗ്രഹം നീ ശ്രുതിക്ക് കൊടുക്കണേ. ശ്രുതിയുടെ അച്ഛനല്ലേ, അപ്പൊ പിന്നെ എത്രയാന്ന് പറഞ്ഞാലും ശ്രുതിയോട് സ്നേഹമില്ലാതിരിക്കില്ലോ. എങ്ങനെയെങ്കിലും ആ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രമതിയുടെ പ്രാർത്ഥന. ചന്ദ്രമതിയുടെ വിചാരം എന്താ? ശരിക്കും പറഞ്ഞ ശ്രുതിയുടെ അച്ഛൻ വലിയ കോടീശ്വരനാണ്, മലേഷ്യക്കാരനാന്നൊക്കെയല്ലേ. പക്ഷെ നേരത്തെ മരിച്ചുപോയ കാര്യങ്ങളൊന്നും അവർക്ക് അറിയുണ്ടായിരുന്നില്ലല്ലോ. പിന്നീട് രേവതി സച്ചിയൊക്കെ വന്നപ്പോഴും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ശ്രുതിയുടെ അച്ഛന്റെ ഫോട്ടോയാ, മരിച്ചുപോയ അച്ഛന്റെ ഫോട്ടോയാ. ജീവനുണ്ടായിരുന്നപ്പോ കാണാൻ പറ്റിയില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി രേവതിയോട് പറഞ്ഞു, രേവതി എനിക്കെന്തോ വല്ലാത്തൊരു സംശയമൊക്കെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ത്? അല്ല ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഫോട്ടോസും കാര്യങ്ങളും നമ്മളെ കാണിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അത് പിന്നെ സച്ചേട്ടാ ഇപ്പോഴല്ലേ മരിച്ചുപോയത്, അപ്പൊ അതുകൊണ്ടായിരിക്കും. എന്നാലും അച്ഛനെന്ന് പറഞ്ഞൊരു ഫോട്ടോ പോലും നമ്മളെ കാണിച്ചിട്ടില്ലോ. ചിലപ്പോ അതിന്റെ ആവശ്യം വന്ന് കാണത്തില്ല, അതുകൊണ്ടല്ലേ കാണിക്കായിരുന്നേ. ഇനിയിപ്പൊ ആ കാര്യത്തിൽ സംശയം വേണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യുക, മോളുടെ മുറിയിൽ കൊണ്ടുപോയി ഫോട്ടോ വെച്ചോളാനായിട്ട് പറഞ്ഞു. അങ്ങനെ ശ്രുതിക്ക് കൊടുത്തു. ശ്രുതി ആ ഫോട്ടോ ആയിട്ട് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ശ്രുതി പറഞ്ഞു, എന്നാലും ശ്രുതി എനിക്കൊന്നും ജീവനോടെ കാണാൻ പറ്റിയില്ലോ, പാവം. എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ജീവനോടെ കാണണം എന്നൊക്കെ. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ശ്രുതി, നമുക്ക് അതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല. എൻ്റെ അച്ഛൻ പാവമായിരുന്നു, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയാം. ഇനിയിപ്പോൾ എന്ത് വേണേലും പറയാലോ. പിന്നീട് സച്ചി പതിവ് പോലെ തന്നെ ഒരു ഓട്ടം പോകണം. അപ്പോൾ ഓട്ടം പോയി സമയത്ത് സച്ചിക്ക് ഒരു ഫോൺ കിട്ടുന്നുണ്ട്. ഒരു കടയിൽ അത് മറന്നു വെച്ചിട്ട് പോയതാണ്. അപ്പൊ കടക്കാനുമായിട്ട് ഭയങ്കര സീറ്റിംഗ് ആയിരുന്നു സച്ചി. അപ്പൊ സച്ചിയോട് പറഞ്ഞു, എടാ സച്ചി ഈ ഫോൺ ആരോ മറന്നു വെച്ചിട്ട് പോയതാ, ഒരു കാര്യം ചെയ്താ ആരുടെ എന്താണെന്നും അറിയത്തില്ല, എനിക്കിതിന്റെ പിന്നാലെ നടക്കാൻ സമയമില്ല. ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, ഫോൺ നിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഇതങ്ങോട്ട് കൊടുത്തേക്കാനൊക്കെ പറഞ്ഞ് സച്ചിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. സച്ചി ഫോണും മേടിച്ചോണ്ട്, ഒരു കവറിനകത്തായിരുന്നു, സച്ചി ഫോണും മേടിച്ചോണ്ട് വീട്ടിലേക്ക് പോരുകയും ചെയ്തു. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് രേവതിയോട് ഈ കാര്യം പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി ചോദിച്ചു, ഫോണൊക്കെ മറന്നു വെച്ചിട്ട് പോവോ, അതാരെ പോലും അങ്ങനെ എന്നൊക്കെ ഓർത്തോണ്ട് രേവതി ആ കവർ പൊടിച്ചിങ്ങനെ നോക്കണം. നോക്കിക്കഴിഞ്ഞപ്പോ ഇത് സച്ചേന്റെ പഴയ ഫോണ് പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്റെ ഫോണോ? അതെ, നോക്കാൻ പറഞ്ഞു. ശരിയാണല്ലോ, അതിന്റെ ആ സ്ക്രാച്ചൊക്കെ അതേപടി തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഓണാവുന്നുണ്ടായിരുന്നില്ല, ഒന്ന് ചാർജ് കുത്തി നോക്കാം, അപ്പൊ അറിയാന്ന് പറഞ്ഞു. ഈ സമയത്താണ് ശ്രുതി അതിലൂടെ വരുന്നത്. ശ്രുതി കേട്ടി ഈ പറയണേ, അപ്പൊ താൻ മീരയുടെ കൈ കൊടുത്ത ഫോണാണല്ലോ അത് നശിപ്പിക്കാൻ പറഞ്ഞിട്ട്, എന്നിട്ട് അത് ഒടുവിൽ എങ്ങനെ സച്ചിയുടെ കയ്യിലെത്തി? ആകെപ്പാട് ടെൻഷനായി. ഇനിയിപ്പോ ഇതിന്റെ ഉറവിടം തേടി സച്ചി പോയിട്ടുണ്ടെങ്കിൽ തന്റെ കള്ളത്തരം മൊത്തം പൊളിയും. ദൈവമേ, താനാണ് ആ വീഡിയോ ലീക്ക് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയും, ശരത്തിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ. ഇനി എങ്ങനെയൊന്ന് രക്ഷപ്പെടുന്നേ? അവൾക്ക് ഒരു ഉത്തരവാദിത്വമല്ല മീരയ്ക്ക്, മീരനെ കാണിച്ചു കൊടുക്കാൻ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ.
ഈ സമയത്ത് സച്ചി ഫോൺ ഓണാക്കി നോക്കി. ശരിയാ, തന്റെ ഫോൺ തന്നെയാ. സച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ ആരോ ഇത് എടുത്തോണ്ട് പോയിട്ട് ആ കട മറന്നു വെച്ചിട്ട് പോയതാ. അപ്പൊ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. ഉം. എങ്ങനെയെങ്കിലും ഇതിന് ഉറവിടം കണ്ടെത്തണമെന്ന് തന്നെ സച്ചി തീരുമാനിക്കണം. പിന്നീട് ശ്രുതി ആകപ്പാടെ തീ പിടിച്ച പോലെ മീരയെ കാണാനായിട്ട് ചെന്നു. മീരയെ ചെന്ന് കണ്ടിട്ട് മീരയോട് ചോദിച്ചു, അല്ല നിന്റെ കൈ ഞാൻ ഫോൺ തന്നില്ലായിരുന്നു സച്ചിയുടെ ഫോൺ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നീ എന്ത് ചെയ്തു? ആ നീയല്ല കൊണ്ടേ വല്ല കടലിലും കൊണ്ടേ ഒഴുക്കിയേക്കാൻ, ഞാൻ കൊണ്ടേ താത്തിന്ന് പറഞ്ഞു. അല്ല സത്യമായിട്ട് നീ എവിടെയാ കൊണ്ടേ, ഏത് കടലിലെ കൊണ്ടേ ഇട്ടെ? പസഫിക്കിലോ അതോ അറ്റ്ലാന്റിക്കിലാണെന്ന് ചോദിച്ചു. നീ എന്താ ആളെ കളിയാക്കുവാണെന്ന് ചോദിച്ചു. അല്ല ചോദിച്ച എടി, നമ്മുടെ കുറച്ചപ്പുറം നമ്മൾ സ്ഥിരമായിട്ട് പോകാറുള്ള ഒരു ബീച്ചിലെ അവിടെയാ കളഞ്ഞെന്ന് പറഞ്ഞു. ഉറപ്പാണല്ലോ അല്ലേ? അതേന്ന് പറഞ്ഞു. എടി എന്റെ അടുത്ത് നീ കള്ളം പറയാറായില്ലേ? എന്നിട്ട് എങ്ങനെയാണ് സച്ചിയുടെ കയ്യിൽ ആ ഫോൺ കിട്ടിയെന്ന് ചോദിച്ചു. ഫോണോ? സച്ചിയുടെ കയ്യിലോ? പിന്നല്ലാതെ. സച്ചിയുടെ ഫോൺ സച്ചിയുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. നീ അത് എവിടെ ഇട്ടിട്ട് പോയതടിന്ന് ചോദിച്ചു. സത്യം പറയാലോ ശ്രുതി, അത് ഞാൻ എവിടെ വെച്ച് മറന്നുപോയി. പക്ഷെ എവിടെയാന്ന് അറിയില്ല. ഞാനത് കളയാനായിട്ട് കൊണ്ടുപോയതാ. പക്ഷെ ഞാൻ എവിടെയോ അത് മറന്നു വെച്ചു. എവിടെയാന്ന് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഓർമ്മ കിട്ടുന്നില്ല. അത് ആ സച്ചിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പൊ സച്ചി അന്വേഷിക്കും ആ ഫോൺ അവിടെ മറന്നു വെച്ച ആരാന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയാകുമ്പോൾ ഒടുവിൽ നിന്റെ അരിയിലേക്ക് എത്തും. അപ്പൊ തന്നെ സച്ചിക്ക് മനസ്സിലാവും വീഡിയോ എങ്ങനെയാ ലീക്കായെന്നുള്ള കാര്യങ്ങളൊക്കെ. മീര പറഞ്ഞു, ഇടി എനിക്കൊരു അബദ്ധം പറ്റിയതാ, നിന്റെ അബദ്ധം മിണ്ടിപ്പോയേക്കല്ലോ നീന്നും പറഞ്ഞുകൊണ്ട് കുറെ ദേഷ്യപ്പെടുവാണ് മീരയോടെ ശ്രുതി. അപ്പോഴേക്കും മീര പറഞ്ഞു, നീ എന്താ എന്നെ ഒരു ജോലിക്കാരിയെ പോലെ കാണുന്നേ? അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ കാര്യത്തിനെല്ലാം ഞാൻ കൂട്ടു നിൽക്കുന്നല്ലേ? എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി, അത് ഞാൻ മറന്നു വെച്ചു. പക്ഷെ അതിന്റെ പേരിൽ നീ എന്നെ ചീത്ത പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, നിന്നോട് പിന്നെ ഞാൻ എന്ത് പറയണം? നീ ചെയ്ത തെണ്ടിത്തരത്തിന് പിന്നെ ഞാൻ കൂട്ടു നിൽക്കണോന്ന് ചോദിച്ചു. ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. എടി നിന്റെ എല്ലാ കള്ളത്തരത്തിനും കൂട്ടു നിൽക്കുന്നവളല്ലേ ഞാന്. നീ ചെയ്തെന്റെ പകുതി കള്ളത്തരം ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടാണോടി നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കിത് തന്നെ വേണം, നിന്നെ സഹായിച്ചതിനുള്ള കൂലി എന്നൊക്കെ പറഞ്ഞിട്ട് മീരയ്ക്ക് സങ്കടം വന്നു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ട. നീ എന്നോട് നിന്റെ കള്ളത്തരം പറയുന്നേ? ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ് ആകുമ്പം സത്യങ്ങളൊക്കെ തുറന്നു പറയണ്ടേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ മീര പറഞ്ഞു, എന്നിട്ടോ നീ ശ്രുതിയോടെല്ലാം പറയുന്നുണ്ടോ? നിന്റെ ഭർത്താവല്ലേ? എന്നിട്ടാണ് നിന്റെ ഫ്രണ്ട് ശ്രുതിക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം വന്നു. ശ്രുതി മീര ചീത്ത പറഞ്ഞു, അതേടി എനിക്കിത് തന്നെ വേണം, നിന്നെ തലയെ കയറ്റി വെച്ചോണ്ട് നടന്നേനാ. മീര വിട്ടുകൊടുക്കുക. മീര പറഞ്ഞു, വെറുതെ ഒന്നും അല്ലോ, നിന്റെ കള്ളത്തരത്തിന് എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നോണ്ടല്ലേ നീ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നേ, അല്ലെങ്കിൽ നീ എന്നെ ചേർത്ത് പിടിക്കുമോന്നൊക്കെ ചോദിച്ചു. ഓഹോ അപ്പൊ അങ്ങനെയല്ലേ, എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീരയോട് വഴക്കിട്ടിട്ടാണ് ശ്രുതി പോകുന്നത്. മീരയ്ക്ക് നല്ല സങ്കടവും ദേഷ്യമായി. കാരണം ഒരു തെറ്റു പറ്റിയെന്ന് പറഞ്ഞ് ഇത്ര മേലെ ചാടിക്കടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ശ്രുതി എന്തൊക്കെ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ മീരയ്ക്ക് ഭയങ്കര സങ്കടമായി. എന്ത് ചെയ്യണമെന്ന് പോലും മീരയ്ക്ക് അറിയണ്ടായിരുന്നില്ല. ഇതേ സമയം സച്ചി ശരത്തിനെ വിളിക്കുവാണ്. ശരത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നിന്റെ ഒരു കൂട്ടുകാരനില്ലേ ആന്റണിയുടെ ഫ്രണ്ട്, അതെ അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശരത്ത് പറഞ്ഞു, സച്ചേട്ടാ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അല്ല ആ വീഡിയോ ലീക്കായത് എങ്ങനെയാന്നേ, ആ ഫോൺ എങ്ങനെയാ അവന്റെ കൈ കിട്ടിയെന്ന് ചോദിച്ചിട്ട് അത് ഈ പറയുന്ന ഇവന് അതിന്റെ ഐഡിയാസും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. സാരമില്ല, അധികം വൈകാതെ നമുക്ക് കിട്ടും. ആരായിരിക്കും ആ വീഡിയോസ് ആന്റണിക്ക് അയച്ചു കൊടുത്തെന്നുള്ള കാര്യങ്ങളൊക്കെ. സച്ചിയുടെ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, നിനക്കത് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമെങ്കിൽ നീ അന്വേഷിച്ച് കണ്ടുവിട്ട് നമുക്ക് ഉടനെ അത് കള്ളന്മാരെ പിടികൂടാന്ന് പറഞ്ഞു. ഇതിന്റെ പിന്നിൽ ആരാ കിടന്ന് കളിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അവരെ പിടികൂടാന്നൊക്കെ സച്ചി ശരത്തിനോട് പറഞ്ഞു. പിന്നീട് രേവതിക്ക് സച്ചിക്ക് സംശയമായി. എന്നാലും ഏതോ ഒരു പെങ്കൊച്ചങ്ങടെ അവിടെ കടയിൽ ചെന്നെന്ന് പറഞ്ഞ ആ സമയത്ത് അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും അത്? ആ കടയിൽ CCTV ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിച്ചേനം എങ്ങനെയാ എന്താന്നൊക്കെ അല്ലേ. അത് ശരിയാ, CCTV ഇല്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഒരു ഐഡിയ ഉണ്ടെന്ന് രേവതി പറഞ്ഞു. എന്താ ഐഡിയ? ഒരു പക്ഷേങ്കില് നമ്മളോട് ശത്രുതയുള്ള ആരെങ്കിലും ആയിരിക്കുമല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം. നമ്മളോട് ശത്രുതയുള്ളവരോ? അതെ. അല്ല ഇപ്പൊ നമ്മളോട് ശത്രുതയുള്ളെന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഈ കുടുംബത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ശ്രുതി ഉണ്ടല്ലോ. അങ്ങനെ ഒരു കാര്യം ചെയ്യാം സച്ചേട്ടാ, നമുക്ക് ശ്രുതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്താലോന്ന് ചോദിച്ചു. ശ്രുതിയെ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ മീരയെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ശ്രുതിയുടെ കള്ളത്തരത്തിലെല്ലാം കൂട്ടു നിൽക്കുന്ന അവളല്ല മീര. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ മീരയെ പോയി കാണണമെന്ന് പറഞ്ഞു. മീരയെ പോയി കണ്ട് മീരയുടെ 1-2 ഫോട്ടോസൊക്കെ എടുക്കുക, അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ രേവതി മീരയെ കാണാനായിട്ട് ചെന്നു.
മീരയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് മീര ചോദിച്ചു, എന്താ പതിവില്ലാതെ രേവതി ഈ വഴിക്കെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇതിലൂടെ വെറുതെ പോയി കഴിഞ്ഞപ്പോൾ മീരയുടെ കാര്യം ഓർത്തു. അപ്പൊ കയറിയതാണെന്നൊക്കെ പറഞ്ഞു. ഇന്ന് മീരയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. മീര ചോദിച്ചു, സത്യമാണെന്ന് ചോദിച്ചു. പിന്നല്ലാതെ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു, വേണേ ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞിട്ട് രേവതി തന്റെ ഫോണിനകത്ത് ഫോട്ടോ എടുക്കുകയാണ്. മീരയ്ക്ക് മനസ്സിലായില്ല തനിക്കിട്ടുള്ള പണി താന്നിതെന്ന്. ഒടുവിൽ രേവതി ഇച്ചിരി സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് പോരുന്നത്. പിന്നീട് സച്ചിയുടെ അടുത്ത് കൊണ്ടുവന്ന് ആ ഫോട്ടോസ് കൊടുക്കുന്നുണ്ട്. സച്ചിയേട്ടാ, ഇതാ കടക്കാരൻ അയച്ചു കൊടുത്തു വെക്ക്. ഇവയെ കണ്ടു വല്ല പരിചയമുണ്ടോ? ഇവരാണോ അന്നാ കടയിൽ വന്ന് ഫോൺ മറന്നു വെച്ചിട്ട് പോയെന്നൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ അറിയാലോ എന്ന് പറഞ്ഞു. ഒടുവില് സച്ചി ആ കടയുടെ ഓണർക്ക് അതിന്റെ ആ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു കൊടുക്കുന്നുണ്ട്, അതാണോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സത്യങ്ങൾ സച്ചി അറിയുന്നത്. അതെ, മീരയാണ് കടയിൽ പോയി ഫോൺ മറന്നു വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും സച്ചിക്കും രേവതിക്കും പിന്നെ സംശയമായി, മീരയുടെ കയ്യിൽ എങ്ങനെ ഫോൺ കിട്ടി? മീരയുടെ കയ്യിൽ ഫോൺ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ശ്രുതി വഴിയായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന് മനസ്സിലായി. സച്ചിയോട് രേവതി പറഞ്ഞു, അത്ര പെട്ടെന്നൊന്നും സച്ചിയേട്ടൻ പോയി ഈ കാര്യങ്ങൾ ചോദിക്കണ്ട, എല്ലാത്തിൻ്റെ ഒരു സമയ സാവകാശമൊക്കെ വേണം, നമുക്ക് കള്ളത്തരങ്ങളൊക്കെ കൈയോടെ പിടികൂടണമെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ശ്രുതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, തന്റെ കള്ളത്തരങ്ങളൊക്കെ രേവതിയൊക്കെ പിടികൂടുമെന്ന്. രാത്രി കിടന്നിട്ടാണെങ്കിൽ ശ്രുതിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്ന് മയങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ശ്രുതി സ്വപ്നം കാണുക. രേവതി മുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക, പിശാചിന്റെ രൂപത്തില് പല്ലുകളൊക്കെ ഇറങ്ങി വരുന്നു, കണ്ണൊക്കെ കലങ്ങി ചുമന്ന് കണ്ണിക്കൂടെയൊക്കെ അഗ്നി പറക്കുന്ന ഒരു പിശാചിന്റെ രൂപത്തെ വന്ന് നിൽക്കുന്നത്. എന്നിട്ട് ശ്രുതിയുടെ കഴുത്തെ പിടിച്ച് ഞെരിക്കാൻ നോക്കുക. നീ എന്റെ ജീവൻ താർക്കുമല്ലേടി, നീ എന്നെ പറ്റിക്കുമല്ലേടി എന്നൊക്കെ ചോദിച്ചോണ്ട്, അയ്യോ ഇല്ലേ എന്നെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അലറി വിളിക്കുകയാണ് ശ്രുതി. പക്ഷെ അത് സ്വപ്നമാണെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായില്ല. ശ്രുതി ഭ്രാന്തിയെ പോലെ നിന്നുകൊണ്ട് അലറി വിളിക്കുകയാണ്. ശ്രുതി ഞെട്ടിപ്പോയി ഉറക്കത്തില്. ശ്രുതി 2-3 വട്ടം ശ്രുതിയെ വിളിച്ചെങ്കിലും ശ്രുതി അതേ കണ്ടീഷൻ തന്നെയായിരുന്നു, മുടിയൊക്കെ അഴിച്ചിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയില്. അപ്പൊ ശ്രുതിയുടെ മനസ്സിൽ അപ്പോഴും രേവതി തന്നെയായിരുന്നു, മുടിയൊക്കെ അഴിച്ചിട്ട് പ്രേതത്തെ പോലെ നിൽക്കുന്നേ. ഒടുവില് ശ്രുതിക്ക് പേടിയായിട്ട് ശ്രുതി ചന്ദ്രമതിയെ ഫോൺ വിളിച്ചു. അമ്മേ പെട്ടെന്ന് മുറിയിലേക്കൊന്ന് വരാൻ പറഞ്ഞു. എന്താണ് മോനെ? അതൊക്കെ അമ്മ വന്നിട്ട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി മുടിയൊക്കെ അഴിച്ചിട്ട് ഭ്രാന്തി പിടിച്ച പോലെ സമനില തെറ്റിയ പോലെ എന്നിട്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. എന്നെയൊന്നും ചെയ്യല്ലേ ചെയ്യില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുക. ചന്ദ്രമതി അടുത്തെന്ന് 2 അടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പെട്ടെന്ന് കണ്ണു തുറന്നു. എന്താ എന്താ മോളെന്നൊക്കെ ചോദിക്കുന്നത്. ഒന്നുമില്ല ആന്റി. പിന്നെ നീ എന്തിനാ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കിയെന്ന് ചോദിച്ചു. ഞാൻ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, വെറുതെ പറയണ്ട, നിനക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി വന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു, അമ്മ ഇങ്ങോട്ടേക്ക് വന്നെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അമ്മ എത്രയും പെട്ടെന്ന് എനിക്ക് പരിഹാരം ഉണ്ടാക്കണം, എനിക്ക് പേടിച്ചിട്ട് അവളുടെ അടുത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, വല്ലാത്ത പേടിയാന്ന് പറഞ്ഞു. നീ സമാധാനമായിട്ടിരിക്കുക, നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ഭാമയൊന്ന് പോയി കാണാം. ഭാമയൊക്കെ പോയി കണ്ടു കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭാമയെ പോയി കാണുവാണ്. ഭാമ പറഞ്ഞൊരു കാര്യം ചെയ്യാം, എനിക്കറിയാവുന്നൊരു സ്വാമിയുണ്ട്, ആ സ്വാമിയോടൊന്ന് പറഞ്ഞു നോക്കാം, ചിലപ്പം വല്ല പ്രേതോ പിശാചോ ബാധ വല്ലതാണോ എന്നറിയില്ല, അങ്ങനെയാണെ അതിനെ ഒഴിപ്പിച്ച് കളയണല്ലോ എന്ന് പറഞ്ഞു. അതിനിപ്പോൾ വീട്ടിലേക്ക് വിളിക്കാൻ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അതിനല്ലേ എൻ്റെ വീട്ടുള്ളേ. നീ ഒരു കാര്യം ചെയ്താൽ മതി, ശ്രുതിയും കൂട്ടി ഈ വീട്ടിലേക്ക് വാ, ഇവിടെ വെച്ച് നമുക്ക് ബാധ ഒഴിപ്പിക്കാന്ന് പറഞ്ഞു. ഒടുവിൽ ശ്രുതിയോടൊരു കള്ളത്തരമൊക്കെ പറഞ്ഞ് ഭാമയുടെ അടുത്തേക്ക് ശ്രുതിയും ചന്ദ്രമതിയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു കളമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിനായതെന്ന് ശ്രുതിക്ക് മനസ്സിലായില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും സ്വാമി അങ്ങോട്ട് വന്നു. സ്വാമി വന്നു കഴിഞ്ഞപ്പോൾ സ്വാമി ചന്ദ്രമതി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പം ചന്ദ്രമതി ചോദിച്ചു, എന്താ സ്വാമി എന്നെ നോക്കുന്നത്? അതെ, എൻ്റെ ദേഹത്തൊന്നും അല്ല പ്രേതം പിടികൂടിയിരിക്കണേന്ന് പറഞ്ഞു. ആ സമയത്ത് ഭാമ പറഞ്ഞു, അതെ ഇവിടെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് സ്വാമിയെ വിളിപ്പിച്ചിരിക്കുന്നു പറഞ്ഞു. പിന്നെ ചന്ദ്രമതിയുടെ മരുമോളുടെ ദേഹത്ത് പ്രേതം ബാധയുണ്ടോന്നൊരു സംശയം, രാത്രിയിലൊന്നും ഉറക്കണില്ല, മറ്റുള്ളവരെ ഉറക്കത്തില്ല, സ്വന്തമായിട്ട് ഉറങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ സ്വാമി പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ ഇപ്പം തന്നെ നോക്കിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സ്വാമി അവിടെ ഇരുന്നു. കബഡിയൊക്കെ നിരത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് എല്ലാം ചെയ്തിട്ട് പറഞ്ഞു, ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ശ്രുതി അവിടെ കൊണ്ടിരുത്തി. ശ്രുതി പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതി ഒന്നും സമ്മതിക്കുന്നില്ല. ഒടുവില് സ്വാമി ചോദിച്ചു, ഈ അടുത്തെങ്ങാനും വീട്ടിൽ വല്ല മരണവും നടന്നായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, നടന്നായിരുന്നു, എൻ്റെ അച്ഛൻ മരിച്ചായിരുന്നു പറഞ്ഞു. അങ്ങനെ വരട്ടെ, അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മാവാന്ന് പറഞ്ഞു. ചന്ദ്രമതിയൊക്കെ ഞെട്ടി. ആത്മാവോ? അതെ, ആത്മാവാണ് കുടിയിരിക്കുന്നത്. ഇനി അത് ഒഴിപ്പിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കുറച്ച് പണച്ചെലവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല സ്വാമി, എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞു. ശ്രുതിക്ക് മനസ്സിലായത് കള്ളസ്വാമിയെന്ന്. തൻ്റെ അച്ഛൻ മരിച്ചിട്ട് കുറെ നാളായതാ, വർഷങ്ങളായതാ, എന്നിട്ട് ഇപ്പം താൻ പറയണില്ല. ഇവനൊക്കെ വെറും ഊടായ്പായിട്ട് ഇറങ്ങിയിരിക്കുക. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞിട്ടുണ്ട് തൻ്റെ കള്ളത്തിനും പൊളിയും നിർത്തുകൊണ്ട്
ശ്രുതി പിന്നെ കൂടുതലായിട്ടൊന്നും മിണ്ടാനൊന്നും പോയില്ല. ഒടുവിൽ സ്വാമി കുറച്ച് പൂജയാന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചേർത്ത് വെച്ചു. നീ ഒഴിഞ്ഞു പോകുമെന്ന് ചോദിച്ചു ശ്രുതിയോട്. ശ്രുതി പറഞ്ഞു, എൻ്റെ പൊന്ന് സ്വാമി, എൻ്റെ ദേഹത്തൊരു ബാധയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ സ്വാമി സമ്മതിച്ചില്ല. ഒരു ചോറിലെടുത്ത് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ശ്രുതി കാല് നോക്കി നല്ല അടി കൊടുക്കണം. ശ്രുതി അയ്യോ പൊത്തോന്ന് പറഞ്ഞ് കിടന്ന് കരയുന്നുണ്ട്. പക്ഷേ എങ്കിൽ സ്വാമി വിട്ടില്ല. സ്വാമി പറഞ്ഞു, അതെ, ബാധ ഒഴിഞ്ഞു പോകണമെങ്കിൽ ഇങ്ങനെ ചില പൊടിക്കൈകളൊക്കെ നടത്തിയാലോ ബാധ ഒഴിഞ്ഞു പോകത്തുള്ളെന്ന് പറഞ്ഞു. ചന്ദ്രമതിയും ശ്രുതിയൊക്കെ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അവർക്കും അറിയത്തില്ല. പിന്നീട് എന്ത് ചെയ്തു, സ്വാമി ആ ചോറിൽ വെച്ച് ഉള്ള കല്ലിനിട്ട് അടിച്ച് കഴിയുമ്പോഴത്തേനും ശ്രുതിക്ക് വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. ശ്രുതി മേപ്പോട്ടും കീപ്പോട്ടും കിടന്ന് ചാടും, എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. ആ സമയം സ്വാമി പറഞ്ഞു, ഈ പറയുന്നുണ്ടല്ലോ ഉള്ളിലിരിക്കുന്ന പ്രേതം പറയണ, അതായത് ശ്രുതിയുടെ അച്ഛൻ്റെ ആത്മാവ് ശ്രുതിയുടെ ശരീരത്തുണ്ട്, അതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി മനസ്സിൽ പറഞ്ഞു, തൻ്റെ അച്ഛൻ്റെ ആത്മാവ് അദ്ദേഹം എന്നേ മരിച്ചു പോയതാ. എന്നിട്ട് ഇയാളുടെ വിചാരം ഇപ്പോഴാന്നാ, വെറുതെ കള്ളത്തരമായിട്ട് ഇറങ്ങിയിരിക്കുക. പക്ഷെ എന്തേലും പറയാൻ പറ്റുമോ? ഒടുവിൽ അയാൾ വീണ്ടും വീണ്ടും അടിക്കുവാണ്. അടി കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് വരെ ടെൻഷനായിപ്പോയി. ദൈവമേ, എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇവളുടെ ദേഹത്തുനിന്ന് ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നേ. പിന്നീട് സ്വാമി ശ്രുതിയോട് പറഞ്ഞു, എല്ലാ ദിവസവും ഒരു 3 നേരം ഇതുപോലെ അടിക്കണമെന്ന്. അതെ പറഞ്ഞല്ലോ, ഒച്ചത്തിൽ കരയുന്ന ആ രീതി വേണം അടി കൊടുക്കാണ്ട്, നല്ല വേദന എടുക്കണം, എങ്കിൽ മാത്രമേ ശരീരത്ത് കൂടിയിരിക്കുന്ന ആ ബാധ പോകുള്ളൂ എന്ന് പറഞ്ഞു. ശ്രുതിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുന്ന അറിയില്ലാതെ ശ്രുതി കയ്യും കാലും ഇട്ട് അടിക്കുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.